ത്തേക്ക് പോകാം. തിരുവനന്തപുരം മേയർ പദവി അവസാന നിമിഷമാണ് ആർ ശ്രീലേഖയ്ക്ക് നഷ്ടമായത്. ഇപ്പോൾ വി രാജേഷ് മേയർ സ്ഥാനാർത്ഥിയായി എത്തുകയാണ്. മേയറാകുമെന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് അല്പസമയത്തിനകം നടക്കാൻ പോവുകയാണ്. പാർട്ടിയുടെ കൗൺസിലർമാരും എല്ലാവരും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആർ ഋഷിപാൽ നമുക്കൊപ്പമുണ്ട്. ആർ ഋഷിപാൽ, വി രാജേഷ് എത്തുകയാണ്. തിരുവനന്തപുരത്തിന്റെ തലസ്ഥാനത്തെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ആദ്യത്തെ BJP മേയർ എന്ന ചരിത്രത്തിലേക്കല്ലേ രാജേഷ് നടന്നു കയറുന്നത്? അങ്ങനെയാണ്, ചരിത്രമാവുകയാണ്. തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഭരണത്തിലേക്ക് BJP എത്തുന്നു. BJP മേയർ സ്ഥാനാർത്ഥി വി രാജേഷ് ഇപ്പോൾ കോർപ്പറേഷന്റെ പടിക്കെട്ടുകൾ ചവിട്ടി അകത്തേക്ക് കയറുകയാണ്. നേരത്തെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി ആശാനാഥ് എത്തി. ഒപ്പം ശ്രീലേഖ അടക്കമുള്ള BJPയുടെ കൗൺസിലർമാർ, പ്രധാനപ്പെട്ട കൗൺസിലർമാർ എത്തിച്ചേർന്നു. ഇപ്പോൾ വി രാജേഷിനെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് സ്വീകരിക്കുകയായിരുന്നു. ഇപ്പോൾ മേയർ സ്ഥാനാർത്ഥിയായ BJPയുടെ മേയർ സ്ഥാനാർത്ഥിയായ വി രാജേഷ് ഓഫീസിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. 10:30 മേയർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. LDFും UDFും മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. ഡെപ്യൂട്ടി മേയർ മത്സരം ഉച്ചയ്ക്ക് 2:30 ഏതായാലും BJPക്ക് വിജയമാണ്. കാരണം ഒരു സ്വതന്ത്ര കൗൺസിലർ കൂടി BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ച ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മത്സരത്തിൽ ആശങ്കയില്ല BJP. ഏതായാലും വലിയ ആവേശത്തോടെ തന്നെയാണ് ചരിത്രമാകുന്ന ഈ നിമിഷത്തിൽ BJPയുടെ പ്രവർത്തകരും നേതാക്കളും ഒക്കെയുള്ളത്. കാരണം ഏറെക്കാലമായി BJP നേതൃത്വം ഈ മേയർ സ്ഥാനം കോർപ്പറേഷൻ ഭരണം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. അത് വർഷങ്ങളായി തുടരുന്നു. ഡിവിഷൻ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രവർത്തനത്തിനൊടുവിൽ BJPക്ക് അട്ടിമറി വിജയം തിരുവനന്തപുരം കോർപ്പറേഷൻ തലസ്ഥാനത്ത് ഉണ്ടാവുന്ന സാഹചര്യം. അതിന്റെ ഒടുവിൽ 50-50 എന്ന നിലയിലേക്ക് എത്തുന്നു. അവിടെ LDF UDF ഏതെങ്കിലും എന്ന ആശങ്ക പോലും ഉണ്ടായിരുന്നു. പക്ഷേ ഒടുവിൽ സ്വതന്ത്ര കൗൺസിലർ രാധാകൃഷ്ണൻ കൂടി NDAക്ക് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യം. ഒടുവിൽ BJP തിരുവനന്തപുരം കോർപ്പറേഷൻ, അത് തലസ്ഥാന നഗരത്തിന്റെ പ്രാദേശിക ഭരണകൂടം, അതിന്റെ അധ്യക്ഷ പദവിയിലേക്ക്, അതിന്റെ ഭരണത്തിലേക്ക് എത്തുന്നു. അതിന്റെ നിമിഷങ്ങളാണ് ഇപ്പോൾ വി രാജേഷ് ഇപ്പോൾ കോർപ്പറേഷൻ ഓഫീസിൽ എത്തിയിരിക്കുന്നു. ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി ആശാനാഥും BJPയുടെ NDAയുടെ മറ്റ് കൗൺസിലർ ഇപ്പോൾ കൗൺസിലർമാരെല്ലാവരും എത്തിയിരിക്കുകയാണ്. റോഷിപാൽ, വി രാജേഷ് മേയറാകുമെന്നുള്ളത് ഉറപ്പല്ലേ? കാരണം എതിർ സ്ഥാനാർത്ഥിയായി വരുന്നത് ശബരിനാഥനാണ്. ശബരിനാഥനെ LDF പിന്തുണയ്ക്കുന്നുണ്ടോ? എങ്ങനെയായിരിക്കും ഈ വോട്ടെടുപ്പ് നടക്കുക? നിലവിലെ സാഹചര്യത്തിൽ BJP NDA സ്ഥാനാർത്ഥിയായ വി രാജേഷ് തന്നെ മേയർ പദവിയിലേക്ക് എത്തിച്ചേരും. അത് ഏതാണ്ട് ഉറപ്പാണ്. കാരണം LDFും UDF UDF മേയർ സ്ഥാനാർത്ഥിയായി ശബരിനാഥൻ മത്സരിക്കുമ്പോൾ ശിവജിയാണ് LDF മേയർ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. അതുകൊണ്ട് അവർ പരസ്പരം പിന്തുണയ്ക്കുന്നില്ല. അവർ പ്രത്യേകം മത്സരിക്കുമ്പോൾ സ്വാഭാവികമായി എളുപ്പത്തിൽ മേയർ പദവിയിലേക്ക് ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയും. അല്ലെങ്കിലും ഒരു ഡിവിഷൻ, ഒരു കൗൺസിലറുടെ പിന്തുണ കൂടുതലുള്ളത് NDAക്ക് തന്നെയാണ്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലെങ്കിൽ പോലും ഏറ്റവും വലിയ ഒറ്റകക്ഷി BJPയാണ്. അതിനപ്പുറത്തേക്ക് കണ്ണമൂലയിൽ നിന്നും മത്സരിച്ച് വിജയിച്ച പ്രസ് ക്ലബിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായ രാധാകൃഷ്ണൻ NDAക്ക് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് NDA സംബന്ധിച്ചിടത്തോളം UDFും LDFും ഒറ്റക്കെട്ടായി നിന്നാൽ പോലും, ഒറ്റ സ്ഥാനാർത്ഥി നിർത്തിയാൽ പോലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല. NDAക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മേയർ സ്ഥാനാർത്ഥിയായി വി രാജേഷിനെ വിജയിപ്പിക്കാൻ പറ്റും. സമാനമായി തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായ ആശാനാഥിനെ വിജയിപ്പിക്കാനുള്ള സാഹചര്യമുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ശബരിനാഥന് അല്ലെങ്കിൽ UDFന്റെ LDFന്റെ സ്ഥാനാർത്ഥികൾക്ക് അവർ ഒറ്റക്കെട്ടായ ഒരു തീരുമാനമെടുത്ത ഒരു സ്ഥാനാർത്ഥിയെ നിയുക്ത മേയറോട് നമ്മൾ സംസാരിക്കുകയും ചെയ്തിരുന്നു. വലിയ പ്രതീക്ഷയിലാണ് വി രാജേഷ്. അങ്ങനെ തലസ്ഥാനത്തെ നയിക്കാൻ വി രാജേഷ് എത്തുകയാണ്. ആശാനാഥാണ് ഡെപ്യൂട്ടി മേയറാവുക. ഹരിമോഹനുമുണ്ട്. ഹരിമോഹൻ, ഇനി ആശങ്കകളും അനിശ്ചിതത്വങ്ങളൊന്നുമില്ല, ഉറപ്പിച്ചിരിക്കുന്നു ഒറ്റ പേര് വി രാജേഷ്. ഹരി, ഇതിനോടകം ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം പിടിച്ചിരിക്കുകയാണ് BJP. ആ കോർപ്പറേഷനെ നയിക്കാൻ പോകുന്നത് വി രാജേഷാണ്. കോർപ്പറേഷൻ മേയറായി വി രാജേഷ് അല്പസമയത്തിനകം തന്നെ തെരഞ്ഞെടുക്കപ്പെടും. 51 പേരുടെ പിന്തുണ BJP ഉറപ്പാക്കിയിട്ടുണ്ട്. സ്വതന്ത്രനായ പാറ്റൂർ രാധാകൃഷ്ണനെയും പിന്തുണ ഉറപ്പാക്കിയതോടുകൂടി കോർപ്പറേഷൻ ഭരണത്തിലേക്ക് ഭൂരിപക്ഷത്തോടുകൂടി എത്താൻ സാധിക്കുകയാണ്. 50 കൗൺസിലർമാരാണ് BJPക്കുള്ളത്. റോഷിപാൽ നമുക്കൊപ്പം. റോഷിപാൽ, മേയർ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയോ?
സുജയ, മേയർ തെരഞ്ഞെടുപ്പുള്ള ഒരുക്കങ്ങൾ ഇവിടെ കോർപ്പറേഷനിൽ പുരോഗമിക്കുകയാണ്. കോർപ്പറേഷൻ ആസ്ഥാനത്ത് അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ഏറെ വൈകാതെ അതിലേക്ക് കടക്കും. 10:30-നാണ് മേയർ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ഇപ്പോൾ വി രാജേഷ് ഉൾപ്പെടെ BJPയുടെ കൗൺസിലർമാരൊക്കെ ഇവിടെ ഉണ്ട്. അവർ അതിന്റെ മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ്. BJPയുടെ നേതാക്കന്മാരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും കൃത്യസമയത്ത് തന്നെ 10:30 തന്നെ മേയർ തെരഞ്ഞെടുപ്പ് നടക്കും. മേയർ പദവിയിൽ നിയുക്ത മേയർ എന്ന നിലയിൽ തന്നെയാണ് BJP വി രാജേഷിനെ ആശീർവദിച്ച് ആനയിച്ച് മുദ്രാവാക്യം വിളിച്ച് ഇവിടെ എത്തിച്ചത്. കാരണം ഒരു വെല്ലുവിളിയും ഈ തെരഞ്ഞെടുപ്പിൽ വി രാജേഷിനില്ല, അല്ലെങ്കിൽ NDAക്ക് ഇല്ല എന്നതാണ് ഒരു പ്രത്യേകത. ഏതായാലും ചരിത്രമാവുന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് ഒരു നടപടിക്രമം മാത്രമായി മാറും. കാരണം LDFും UDFും പ്രത്യേകം മത്സരിക്കുന്നതുകൊണ്ട് തന്നെ അതിൽ NDA സ്ഥാനാർത്ഥിയായി മേയർ പദവിയിലേക്ക് മത്സരിക്കുന്ന വി രാജേഷ് തന്നെ വിജയിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. 51 കൗൺസിലർമാർ ഇപ്പോൾ വി രാജേഷിനെ പിന്തുണയ്ക്കുന്നുണ്ട്. പരസ്യമായി BJPയുടെ NDAയുടെ മത്സരിച്ച് വിജയിച്ച ആ കൗൺസിലർമാർക്കൊപ്പം തന്നെ ഈ കണ്ണമ്മൂലയിൽ നിന്ന് വിജയിച്ച പാറ്റൂർ രാധാകൃഷ്ണൻ കൂടി പിന്തുണയ്ക്കുന്നതോടെ 51 അംഗങ്ങളുടെ പിന്തുണ NDAക്ക് ഉറപ്പുവരുത്താൻ കഴിഞ്ഞു. അപ്പുറത്ത് ഒരുമിച്ച് നിന്നാൽ പോലും 49 കൗൺസിലർമാർ മാത്രമാണുള്ളത്. അതുകൊണ്ട് മാത്രവുമല്ല, അവിടെ രണ്ട് UDF ആവട്ടെ LDF ആവട്ടെ രണ്ടുപേരും പ്രത്യേകം സ്ഥാനാർത്ഥികളെ അവർ നിശ്ചയിച്ചിട്ടുമുണ്ട്. അവർ മത്സരിക്കുന്നുമുണ്ട്. UDFിന് വേണ്ടി ശബരിനാഥനും LDFിന് വേണ്ടി ശിവജിയും ഇന്ന് മേയർ പദവിയിലേക്ക് മത്സരിക്കുന്നു. സമാനമായി ഡെപ്യൂട്ടി മേയർ പദവിയിലേക്കും LDFും UDFും പ്രത്യേകം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ഏതായാലും ഇനി നടപടിക്രമങ്ങളാണിപ്പോൾ കോർപ്പറേഷൻ ഓഫീസിൽ പുരോഗമിക്കുന്നത്. തെരഞ്ഞെടുപ്പിലേക്കുള്ള നടപടിക്രമങ്ങൾ ഒരുപക്ഷെ രാജ്യം ഉറ്റുനോക്കുന്ന BJPയുടെ ദേശീയ നേതൃത്വം പോലും ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനുണ്ട്. ഇപ്പോൾ മേയർ പദവിയിലേക്കുള്ള മത്സരവും BJPയുടെ ദേശീയ നേതൃത്വം പോലും ഉറ്റുനോക്കുന്നതാണ്. BJP ദേശീയ നേതൃത്വം കൂടി ഇടപെട്ടാണ് വി രാജേഷിനെ മേയർ പദവിയിലേക്ക് എത്തിക്കാൻ, സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനമെടുത്തത്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപക്ഷെ കേരളത്തിൽ BJPയുടെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളെ ആയി ഇതിനെ വിലയിരുത്തേണ്ടി വരും. കാരണം തലസ്ഥാനത്തെ കോർപ്പറേഷന്റെ ഭരണം തന്നെ, തദ്ദേശ സ്ഥാപനത്തിന്റെ ഭരണം BJPയുടെ കൈകളിലേക്ക് ഒടുവിലെത്തിയിരിക്കുന്നു. ഇത് നിയമസഭയിലേക്കുള്ള ഒരു വാതിൽ തുറക്കലായി തന്നെയാണ് BJPയുടെ ദേശീയ നേതൃത്വം വിലയിരുത്തുന്നത്. കാരണം 3 മാസത്തിനപ്പുറത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ നേട്ടം അത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചാൽ അത് 4 നിയമസഭാ മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കൂടി സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 3 മാസം അത് കോർപ്പറേഷൻ ഭരണം ഏറ്റവും മികച്ചതാക്കി കൊണ്ടുപോവുക എന്ന ഒരു വെല്ലുവിളി കൂടി വി രാജേഷിൽ നിക്ഷിപ്തമാവുകയല്ലേ? സുജയ, അങ്ങനെയാണ്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ 3 മാസത്തെ ഭരണം അത് വിലയിരുത്തപ്പെടും. അത് നിർണായകമാണ്. കാരണം 4 നിയമസഭാ മണ്ഡലമുണ്ട്. അത് തിരുവനന്തപുരം സെൻട്രലും വട്ടിയൂർക്കാവും ഒപ്പം കഴക്കൂട്ടവും ഈ കോവളം ഉൾപ്പെടെയുള്ള 4 മണ്ഡലങ്ങൾ. ഈ 4 മണ്ഡലങ്ങളിൽ BJPക്ക് ഉള്ള സ്വാധീനം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുമൊക്കെ വലിയ സ്വാധീനം ഈ മേഖലകൾ ഉണ്ടായതാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഈ 4 മണ്ഡലങ്ങളിൽ BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ ഈ കോർപ്പറേഷൻ ഭരണം അത് വിലയിരുത്തപ്പെടും. ഈ കോർപ്പറേഷൻ ഭരണം ഈ 3 മാസം ഏതാണ്ട് 100 ദിവസം എന്തൊക്കെ കാര്യങ്ങൾ BJP ഇവിടെ ചെയ്യുന്നു എന്നത് അത് ഒരുപക്ഷെ മാതൃകയാക്കാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, കൃത്യമായ ഒരു പദ്ധതി BJP നേതൃത്വം ഇക്കാര്യത്തിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അതുകൂടി തെരഞ്ഞെടുപ്പിൽ BJP പ്രചാരണായുധമാക്കും. വികസനം തന്നെയായിരിക്കും ആ തെരഞ്ഞെടുപ്പിലും BJPയുടെ പ്രധാനപ്പെട്ട പ്രചാരണായുധം. അങ്ങനെ ഉയർത്തിക്കാട്ടാൻ ഇപ്പോൾ കളക്ടർ അടക്കം അവിടേക്ക് എത്തുകയാണ്. തെരഞ്ഞെടുപ്പിലേക്കുള്ള നടപടിക്രമങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നമുക്ക് തിരുവനന്തപുരം